ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഭിന്നസംഖ്യകളിലെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ്? 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഏതാണ്? ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാം ആണ്. ഇത്തരം 15 കട്ടകളുടെ മൊത്തം ഭാരം എത്ര കിലോഗ്രാം ആണെന്ന് കണക്കാക്കുക. 16 കട്ടകളാണെങ്കിലോ കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇരുമ്പ് കട്ടയുടെ ഭാരം അല്ലേ? ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം എത്രയാണ്? ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം എത്രയാണ്? 1/4 ആണ് അല്ലേ? എത്രയാണ്? 1/4. 15 കട്ടകളുടെ ഭാരം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 15 കട്ടയുടെ ഭാരം എങ്ങനെ കണ്ടുപിടിക്കും? 15 × 1/4 ഇതാ പോരെ, മതി അല്ലേ? ആദ്യം നീളത്തിലൊരു വര വരയ്ക്കുക. ഫസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 15 ആണ്. ഇൻറ്റു എഴുതുക. മുകളിലെ സംഖ്യ 1 ആണ് അല്ലേ? 1 എഴുതുക. ഡിവൈഡഡ് ബൈ എത്രയാണ്? 4. അപ്പോൾ എത്രയാണ്? 15/4 എന്ന് വരും. മുകളിലെ സംഖ്യ നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിനെ എന്തിലേക്ക് മാറ്റണം? നമ്മുടെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം അല്ലേ? അപ്പോൾ 15 ഹരിക്കണം 4 എന്ന് വരും അല്ലേ? എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം പോകും അല്ലേ? 4 × 3 12. അപ്പോൾ എത്രയാണ്? 12. എത്രയാണ്? മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ 15-ൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ 3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ആദ്യം എന്ത് എഴുതുക? ആദ്യം നമ്മുടെ ആൻസർ എടുത്ത് എഴുതുക. ആദ്യം ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ? 3 എഴുതുക. ദെൻ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഒരു വര വരയ്ക്കുക. ദെൻ നമുക്ക് സിസ്റ്റം എത്ര കിട്ടിയത്? സിസ്റ്റം മുകളിൽ എഴുതുക. ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ താഴെ കൊണ്ടുവന്നിട്ട് എഴുതുക. 3/4 എന്നാണ് കിട്ടുക. നെക്സ്റ്റ് അടുത്ത് എന്താണ്? 16 കട്ടകളാണെങ്കിലോ എത്ര കട്ടകളാണ്? 16 കട്ടകളുടെ ഭാരം കണക്കാക്കാൻ അല്ലേ? 16 കട്ടകളുടെ ഭാരം എങ്ങനെ കണക്കാക്കും? 16 ആകുമ്പോൾ എത്രയാണ്? 16 × 1/4 ചെയ്താൽ മതി അല്ലേ? ആദ്യം നീളത്തിലൊരു വര വരയ്ക്കുക. 16 എഴുതുക. 16 × 1 എഴുതുക. ബൈ എത്രയാണ്? 4. അപ്പോൾ 16 ഹരിക്കണം 4 എന്ന് പറയുന്നത് എത്രയാണ്? 16-ൽ 4 എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യമുണ്ട് അല്ലേ? എത്ര പ്രാവശ്യമുള്ളത്? 4 പ്രാവശ്യമുണ്ട്. അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? 16 കട്ടകളുടെ ഭാരം എന്ന് പറയുന്നത് 4 കിലോഗ്രാം ആണ്. എത്ര കിലോഗ്രാം ആണ്? 4 കിലോഗ്രാം ആണ് എന്ന് നമുക്ക് കിട്ടും അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായിട്ട് മുറിച്ചു. അപ്പോൾ എത്ര മീറ്റർ നീളമുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 2 മീറ്റർ നീളമാണുള്ളത്. അതെന്ത് ചെയ്തിട്ടുണ്ട്? 5 ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് അല്ലേ? എത്ര ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്? ഒരേ നീളത്തിലുള്ള 5 ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുന്നത്? ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര മീറ്റർ ആണെന്ന് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഓരോ കഷ്ണത്തിന്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു കഷ്ണത്തിന്റെ നീളം എന്ന് എഴുതാം അല്ലേ? ഒരു കഷ്ണത്തിന്റെ നീളം ടോട്ടൽ എത്ര മീറ്റർ ഉള്ളത്? ഒരു കഷ്ണത്തിന്റെ നീളം അല്ലേ? ടോട്ടൽ എത്ര മീറ്റർ ഉള്ളത്? ഒന്ന് പറഞ്ഞേ. ടോട്ടൽ എത്ര മീറ്റർ ആണ്? 2 മീറ്റർ അല്ലേ? അപ്പം 2 എത്രയായിട്ടാണ് നമ്മൾ ഭാഗിച്ചത്? 5 ആയിട്ടല്ലേ? അപ്പൊ 2/5 എന്ന് വരും കേട്ടോ. 4 കഷ്ണങ്ങളുടെ ആകെ നീളം കണ്ടുപിടിക്കാലോ. 4 കഷ്ണങ്ങളുടെ നീളം എന്താണ്? നീളം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിക്കേടാ. 4 × 2/5 ചെയ്യാലോ. ആദ്യം നീളത്തിലൊരു വര വരച്ചു. 4 എഴുതി, ഇൻറ്റു എഴുതി, 2 എഴുതി അല്ലേ? പിന്നെ എത്രയാണ്? ബൈയുടെ താഴെ കിടക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. 4 × 2 എന്ന് പറയുന്നത് 8/5. പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം നമ്മൾ എന്ത് ഭിന്നത്തിലേക്ക് മാറ്റണം? മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. 8-ൽ 5 എത്ര പ്രാവശ്യമാണ്? ഒരു പ്രാവശ്യം. 1 × 5 എന്ന് പറയുന്നത് 5 ആണ്. 8-ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? ശരിയല്ലേടാ? അപ്പം എങ്ങനെയാണ് വരുന്നത്? ആദ്യം നമ്മൾ നമ്മുടെ ആൻസർ എഴുതിയില്ലേ? ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഒരു വര ഇട്ടു. സിസ്റ്റം എന്ന് പറയുന്നത് 3 ആണ്. ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? 5 കൊണ്ടാണ് അല്ലേ? അപ്പോൾ 1/3/5 ആണ് ഒരു കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? 10 കഷ്ണത്തിന്റെയോ 10 കഷ്ണത്തിന്റെ നീളം കേട്ടോ. എത്ര കഷ്ണത്തിൻ്റെയാണ്? 10 കഷ്ണത്തിൻ്റെ നീളം. 10 കഷ്ണത്തിൻ്റെ നീളം എങ്ങനെയാണ് കാണുന്നത്? 10 × 2 10 × എത്രയാണ്? 2/5 എന്ന് വരും അല്ലേ? അപ്പോൾ ആദ്യം നീളത്തിലൊരു വര വരച്ചു. 10 എഴുതി, ഇൻറ്റു എഴുതി, 2 എഴുതി, ബൈ എത്രയാണ്? 5 ആണ് അല്ലേ? 10 × 5 10 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 20/5 എന്ന് കിട്ടും. 20/5 എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ ആണ്. അപ്പം
10 കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 4 മീറ്റർ ആണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ, 5 കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പൊ 10 കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് 2ന്റെ ഇരട്ടി ആയിരിക്കില്ലടാ. അപ്പൊ എത്ര മീറ്റർ ആണ്? 4 മീറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിലോട്ട് പോവേ. 5 ലിറ്റർ പാല് ഒരേപോലുള്ള 6 കുപ്പികളിൽ ഒഴിച്ചു. എത്ര കുപ്പികളിൽ ഒഴിച്ചു എന്നാ പറഞ്ഞത്? 6 കുപ്പികളിൽ നിറച്ചിട്ടുണ്ട്. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വീതം പാലുണ്ട്? എത്ര ലിറ്റർ വീതം പാലുണ്ടാവും നമുക്ക് നോക്കാം അല്ലെ. ഒരു കുപ്പിയിലെ പാല്, ഒരു കുപ്പിയിലെ പാല്, ഒരു കുപ്പിയിലെ പാലെന്ന് പറയുന്നത് എത്രയാണ്? എത്ര ലിറ്റർ ആണ്? 5 ലിറ്റർ പാലിനെ എത്രയായിട്ടാ ഭാഗിച്ചത്? 6 ആയിട്ടാണ് ഭാഗിച്ചത് അല്ലെ. അപ്പൊ 5/6 ലിറ്റർ എന്ന് വരും. നെക്സ്റ്റ് അടുത്ത് എന്താണ്? 3 കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ടാവും? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3 കുപ്പിയിലെ പാല്, 3 കുപ്പിയിലെ പാല് എങ്ങനെ കണ്ടുപിടിക്കടാ പറഞ്ഞേ? 3 × 5/6 എന്ന് വരും അല്ലെ. 3 ഇൻറ്റു, അപ്പൊ എങ്ങനെ എഴുതും? ആദ്യം നീളത്തിലൊരു വര വരച്ചു. 3 × 5 ഡിവൈഡഡ് ബൈ 6. 3×5 എത്രയാണ്? 15/6. 15/6 നമ്മൾ എന്ത് ചെയ്യണം? മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെയാണ്? 15 ഹരിക്കണം 6 അല്ലെ. എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യമാണ് ഉള്ളത് അല്ലെ. അപ്പൊ 12 വരുന്ന വരും. 3 സിസ്റ്റം എന്ന് പറയുന്നത്. ആദ്യം നമ്മുടെ ആൻസർ എഴുതുക. ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ഒരു വര വരയ്ക്കുക. ദെൻ സിസ്റ്റം എന്ന് പറയുന്നത് 3. ഈ വരയുടെ മുകൾ ഭാഗത്ത് എഴുതുക. ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ എവിടെ എഴുതുക? താഴെയും എഴുതുക. അപ്പൊ 2 3/6 എന്നുള്ളത് ആൻസർ കിട്ടും കേട്ടോ. ഇനി 4 കുപ്പിയിലെ കാണണ്ടേ, കണ്ടുപിടിക്കുക അല്ലെ. 4 കുപ്പിയിലെ എന്താണ്? 4 കുപ്പിയിലെ പാലിന്റെ അളവ് എന്ന് എഴുതുക അല്ലെ. കുപ്പിയിലെ പാലിന്റെ അളവ്, 4 കുപ്പിയിലെ പാലിന്റെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 4 × 5/6 എന്ന് വരും അല്ലെ. അപ്പൊ എങ്ങനെയാണ്? ആദ്യം നീളത്തിലൊരു വര വരച്ചു. 4 എഴുതി. 4 × 5 എഴുതി. പിന്നെ ഒറ്റയ്ക്ക് കിടക്കുന്ന ആരാണ്? 6 ആണ് അല്ലെ. 4 എത്രയാണ്? 5 × 4 20. 20 ഹരിക്കണം 6 അല്ലെ. അപ്പൊ എത്രയാണ്? പൂർണ്ണമായിട്ട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ 20 ഹരിക്കണം 6 എത്ര പ്രാവശ്യം പോടാ? 3 പ്രാവശ്യം. അപ്പൊ 18. സിസ്റ്റം എത്ര വരുന്നത്? 2 അല്ലെ. അപ്പൊ മാറ്റുമ്പോൾ എങ്ങനെ വരും? ആദ്യം നമ്മുടെ ആൻസർ എഴുതുക. ദെൻ ഒരു വര വരയ്ക്കുക. സിസ്റ്റം എന്ന് പറയുന്നത് മുകളിൽ എഴുതുക. സിസ്റ്റം 2 ആണ്. മുകളിൽ എഴുതി. ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ എവിടെ എഴുതുക? താഴെ എഴുതുക. അപ്പൊ എത്രയാണ്? 3 2/6 ലിറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയിരുന്നത് 3 കുപ്പിയിൽ എത്ര ലിറ്റർ പാലാണ്? 2 3/6 എന്നാ കിട്ടിയേക്കുന്നത് അല്ലെ. എടാ അതിന് നമ്മൾ ഒന്നുകൂടെ ഷോർട്ട് ആക്കി എഴുതി കേട്ടോ. 2 അതേപോലെ എഴുതി. 2 എന്ത് ചെയ്തു? അതേപോലെ എഴുതി കേട്ടോ. 2 ഒരു മാറ്റമില്ല, അതേപോലെ എഴുതി. ഇനി 3 എത്ര പ്രാവശ്യമാണ്? 1 പ്രാവശ്യം. 1 എന്ന് എഴുതി. 6 എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യമാണ് കേട്ടോ. അപ്പൊ 2 1/2 ലിറ്റർ എന്നാണ് കിട്ടുന്നത്. അടുത്തത് 4 കുപ്പിയിൽ നിന്നാകുമ്പോൾ എന്തായിട്ട് മാറി? 3 2/6 ആണ് അല്ലെ. 3 2/6 ആണ്. 3 അതുപോലെ മാറ്റമൊന്നും ഇല്ലാതെ എഴുതി. 2 എത്ര പ്രാവശ്യമാണ്? 1 പ്രാവശ്യമാണ്. 6 എത്ര പ്രാവശ്യമാണ്? 6 അല്ല, 6 എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യമാണ്. അപ്പൊ എന്ത് എഴുതി? 3 എഴുതി കേട്ടോ. ഇനി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പേടിക്കണ്ട, ജസ്റ്റ് നോക്കി പഠിക്കാനൊന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. അപ്പം പെട്ടെന്നൊന്ന് മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകവേ. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഭാഗവും ഗുണനവുമാണ് കേട്ടോ. ഭാഗവും പിന്നെന്താണ്? ഗുണനവുമാണ്. ഒന്ന് നോക്കിക്കേടാ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? 9 ലിറ്റർ പാല്. എത്ര ലിറ്റർ ആണ് പാലുള്ളത്? 9 ലിറ്റർ പാലുണ്ട് കേട്ടോ. എത്ര കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്? 3 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചു. 3 കുട്ടികൾക്ക് എന്ത് ചെയ്തു? ഒരുപോലെയാണ് വീതിച്ചത്. ഒരു മാറ്റമില്ല. 9 ലിറ്റർ പാലുണ്ട്. 3 പേർക്കും ഒരുപോലെ വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? ഞാൻ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിലോ? അപ്പൊ ഇവിടെ 3 പേർക്ക് വീതിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്? 4 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സിമ്പിൾ അല്ലേടാ. എങ്ങനെ ചെയ്യുന്നത്? ആകെ പാല് അല്ലെ. നമുക്ക് ആദ്യം എന്ത് എഴുതാം? ആകെ പാല്. എടാ ആകെ എത്ര പാലുള്ളത്? ആകെ പാല് എത്ര ലിറ്റർ ആടാ? 9 ലിറ്റർ ആണ്. പറഞ്ഞു നോക്കിക്കടാ മക്കളെ, എത്ര ലിറ്റർ ആടാ? 9 ലിറ്റർ ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 3 കുട്ടികളുണ്ട് അല്ലെ. എത്ര കുട്ടികളുള്ളത്? 3 കുട്ടികള്. ശരിയല്ലേടാ? 3 കുട്ടികളാണ് ആകെ ഉള്ളത്. അപ്പം ആദ്യം നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാല് കിട്ടി എന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പൊ 3 കുട്ടികളിൽ ഒരു കുട്ടിക്ക് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ എഴുതുന്നത്? ഒരു കുട്ടിക്ക് കിട്ടിയ പാലിന്റെ അളവെന്ന് എഴുതാം അല്ലെ. ഒരു കുട്ടിക്ക്
കിട്ടിയ പാലിൻ്റെ അളവ്. കിട്ടിയ പാലിൻ്റെ അളവ്. ഓക്കെ, ഒരു കുട്ടിക്ക് കിട്ടിയ പാലിൻ്റെ അളവ്. എടാ, ഒരു കുട്ടിക്ക് കിട്ടിയ പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 9 ലിറ്റർ അല്ലേ ടോട്ടൽ ഉള്ളത്. 9നെ എത്രയായിട്ട് ഭാഗിച്ചാൽ മതി? 3ആയിട്ട് ഭാഗിച്ചാൽ പോരേടാ? മതി അല്ലേ? 9നെ എത്രയായിട്ട് ഭാഗിച്ചാൽ മതി? 3ആയിട്ട് ഭാഗിച്ചാൽ മതി. ഒന്ന് നോക്കിക്കേടാ, 9നെ 3ആയിട്ട് ഭാഗിക്കുമ്പോൾ എത്രയാണ്? 9 ഹരിക്കണം 3 ചെയ്യേണ്ടത്. 9 ഹരിക്കണം എത്ര ചെയ്താൽ മതി? 3. 9ൽ 3 എത്ര പ്രാവശ്യമാണുള്ളത്? 9ൽ 3 പ്രാവശ്യമുണ്ട്. 3 ഗുണിക്കണം 3 എന്ന് പറയുന്നത് 9 ആണ്. 9 കുറയ്ക്കണം 9 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് അല്ലെ? എടാ, അപ്പൊ ഒരു കുട്ടിക്ക് കിട്ടുന്ന പാലിന്റെ അളവ് എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണ്? 3 ലിറ്റർ ആണ്. എത്ര ലിറ്റർ ആണ്? എത്ര ലിറ്റർ ആണ് കിട്ടുന്നത്? 3 ലിറ്റർ കിട്ടും അല്ലെ? എത്ര ലിറ്റർ കിട്ടും? 3 ലിറ്റർ കിട്ടും. റെഡി അല്ലേടാ? ഇനി നെക്സ്റ്റ് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 4 പേർക്കാണെങ്കിലോ, എത്ര പേർക്കാണെങ്കിലോ 4 പേർക്ക് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തുണ്ടല്ലോ അല്ലെ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 കുട്ടിക്ക് കിട്ടിയ പാലിന്റെ അളവ്. 4 കുട്ടികൾക്ക് അല്ലേ? 4 കുട്ടികൾക്ക് കിട്ടിയ പാലിൻ്റെ അളവ്. കിട്ടിയ പാലിൻ്റെ അളവ്. ഓക്കെ, എങ്ങനെയാണ് കാണുന്നത്? 4 കുട്ടികൾക്ക് കിട്ടിയ പാലിൻ്റെ അളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്മുടെ അടുത്ത് എത്രയുള്ളത്? 9 ലിറ്റർ ആണ് പാൽ ഉള്ളത്. എത്ര ലിറ്റർ ആണ് ഉള്ളത്? 9 ലിറ്റർ. അതിന് എത്ര കൊണ്ട് ഹരിച്ചാൽ മതിടാ? 9 ഹരിക്കണം 4 എന്ന് ചെയ്താൽ മതി അല്ലേ? 9 ഹരിക്കണം എത്രയാണ്? 4. എടാ, ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതിനെ നമ്മൾ ഏത് ഭിന്നത്തിലേക്ക് മാറ്റണം? മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം അല്ലെ? മിസ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ആദ്യം ചാപ്റ്ററിന്റെ ആദ്യം മുതലേ പഠിക്കുന്നുണ്ട് അല്ലെ? മുകളിൽ വലിയ സംഖ്യയാണെങ്കിൽ അല്ലെ, അംശം എന്ന് പറയുന്നത് വലിയ സംഖ്യയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഏത് ഭിന്നത്തിലേക്ക് മാറ്റണം? മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം എന്നാണ് റൂൾ അല്ലെ? അപ്പൊ നമുക്ക് ഹരിച്ചു നോക്കിയാലോ. 9 ഹരിക്കണം 4. 9ൽ 4 എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 9ൽ 4 2 പ്രാവശ്യം പോലും അല്ലെ? പോകും. അപ്പൊ 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. 8 എഴുതി. 9 - 8 എന്ന് പറയുന്നത് എത്രയാടാ? 1 ആണ് അല്ലെ? 9 - 8 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇനി നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് ആൻസർ കൊടുക്കേണ്ടത്? പറഞ്ഞേ. ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ ആണ് എഴുതേണ്ടത്. ആൻസർ എഴുതി ദെൻ ഒരു വരയിട്ടു. ദെൻ അടുത്ത ആരാണ്? നമുക്ക് എത്രയാണ് സിസ്റ്റം കിട്ടിയത്? സിസ്റ്റം നല്ല പവർ ഉള്ളവനാണ് അല്ലേ? അവനെ കൊണ്ടുപോയിട്ട് മോളിൽ എഴുതി. റെഡി അല്ലേടാ? ഇനി ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഹരിച്ചത് ആ സംഖ്യനെ എവിടെ എഴുതി? താഴെ എഴുതി. അപ്പൊ എത്രയുടെ ആൻസർ കിട്ടുന്നത്? 2/1/4 എന്ന് ആൻസർ കിട്ടും കേട്ടോ. എത്ര ആൻസർ കിട്ടുന്നത്? 2/1/4 ലിറ്റർ എന്ന് എഴുതുക കേട്ടോ. എത്ര എഴുതേണ്ടത്? 2/1/4 ലിറ്റർ എന്ന് എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. റെഡി ആണോടാ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 6 കിലോഗ്രാം അരി. എത്ര കിലോഗ്രാം അരിയാടാ? 6 കിലോഗ്രാം അരി ഉണ്ട് കേട്ടോ. ഒരുപോലെയുള്ള 5 സഞ്ചിയിലാക്കി. ഒരുപോലെയുള്ള എത്ര സഞ്ചിയിലാക്കി? 5 സഞ്ചിയിലാക്കി. എത്ര സഞ്ചിയാടാ? 5 സഞ്ചി. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം വീതം അരിയുണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യം കണ്ടുപിടിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് എന്താ കണ്ടുപിടിക്കുന്നത്? 4 സഞ്ചിയിലാക്കിയാലോ. ഇപ്പൊ 5 സഞ്ചിയിലാണ് ആക്കിയേക്കുന്നത്. അത് നമ്മൾ എത്ര സഞ്ചിയിലേക്ക് മാറ്റിയാലോ? 4 സഞ്ചിയിലേക്ക് മാറ്റിയാൽ ഓരോ സഞ്ചിയിലും എത്ര അരി വീതം ഉണ്ടാവും? കണ്ടുപിടിക്കത്തില്ലേടാ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക അല്ലെ? അപ്പൊ ആകെ അരിയുടെ അളവ് നമുക്ക് ആദ്യം എഴുതാം അല്ലെ? ആകെ അരിയുടെ അളവ്. ആകെ അരിയുടെ അളവ്. എടാ, ആകെ അരിയുടെ അളവ് എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 6 kg ആണ് അല്ലെ? അല്ലെങ്കിൽ 6 കിലോഗ്രാം ആണ്. എത്ര കിലോഗ്രാം ആണ്? 6 കിലോഗ്രാം ആണ്. ഇനി രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്? എത്ര പാക്കറ്റിലാക്കി? എത്ര സഞ്ചിയിലാണ് ആക്കിയത്? 5 സഞ്ചിയിലാണ് ആക്കിയത് അല്ലെ? അപ്പൊ എത്ര സഞ്ചിയിലാക്കി? 5 സഞ്ചിയിലാക്കി. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 5 സഞ്ചിയിലെ അരിയുടെ അളവ് അല്ലെ? 5 സഞ്ചിയിലെ അരിയുടെ അളവ്. 5 സഞ്ചിയിലെ അരിയുടെ അളവ്. എടാ, എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 5 സഞ്ചിയിലെ അരിയുടെ അളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്മുടെ അടുത്ത് എത്ര കിലോയാണ് അരി ഉള്ളത്? 6 കിലോ അല്ലേ? 6നെ നമ്മൾ എത്രയായിട്ട് ഭാഗിക്കണം? 5 ആയിട്ട് ഭാഗിക്കണം. 6നെ നമ്മൾ എത്രയായിട്ട് ഭാഗിക്കണം? 5 ആയിട്ട്. എടാ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. മുകളിൽ കിടക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ് അല്ലെ? അപ്പൊ നമ്മൾ ഏത് ഭിന്നത്തിലേക്ക് മാറ്റണം? മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. ഏത് ഭിന്നത്തിലേക്കാണ് മാറ്റേണ്ടത്? മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാൻ പറ്റുമല്ലോ. എങ്ങനെയാ മാറ്റുന്നത്? ആദ്യം ഹരണത്തിന്റെ ചിഹ്നം ഇട്ടു. 6 ഉള്ളിൽ എഴുതി. പുറത്ത് നമ്മൾ 5നെ എഴുതി അല്ലെ? 6ൽ 5 എത്ര പ്രാവശ്യമാണ്? 1 പ്രാവശ്യമാണ്. 1 × 5 എന്ന് പറയുന്നത് 5 ആണ്. സിസ്റ്റം എന്ന് പറയുന്നത് എത്ര വരൂടാ?
ആ 6 - 5 അല്ലെങ്കിൽ 6 കുറയ്ക്കണം 5 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. എത്രയാണ്? 1 എന്ന് വരും. ശരിയല്ലേടാ? ഇനി മിശ്ര ഭിന്നത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? പറ്റൂ അല്ലെ. എങ്ങനെയാ മാറ്റുന്നത് പറഞ്ഞേ? ആദ്യം നമുക്ക് കിട്ടിയ ആൻസറിനെ ഫസ്റ്റ് കൊണ്ടുവന്ന് അങ്ങോട്ട് സെറ്റ് ആക്കി. റെഡി ആണോടാ? നെക്സ്റ്റ് ഒരു വര വരച്ചു. നമുക്ക് എത്രയാണോ റിമൈൻഡർ അല്ലെ അല്ലെങ്കിൽ സിസ്റ്റം എത്രയാണ് കിട്ടിയേക്കുന്നത് ആ സിസ്റ്റത്തിനെ മുകളിൽ കൊണ്ടുവന്നിട്ട് എഴുതുക. റെഡി അല്ലേടാ? നെക്സ്റ്റ് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചേക്കുന്നത് ആ സംഖ്യനെ എവിടെ കൊണ്ടുവന്നിട്ട് എഴുതുക? താഴെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. റെഡി അല്ലേ? സെറ്റ് ആണോടാ? നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം കേട്ടോ. 1 kg എന്ന് കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? 4 സഞ്ചിയിലെ അരിയുടെ അളവും കണ്ടുപിടിക്കണം. എത്ര സഞ്ചിയിലെയാടാ? 4 സഞ്ചിയിലെ അരിയുടെ അളവ്. 4 സഞ്ചിയിലെ അരിയുടെ അളവ്. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 6/4 ചെയ്താൽ മതി അല്ലെ. ടോട്ടൽ നമ്മുടെ അടുത്ത് എത്രയാണ് അരി ഉള്ളത്? 6 കിലോഗ്രാം ആണ് അരി ഉള്ളത്. അതിന് എത്ര കവറിലേക്ക് ആക്കിയാൽ മതി? 4 കവറിലോട്ട് അല്ലെങ്കിൽ 4 സഞ്ചിയിലോട്ട് ആക്കിയാൽ മതി അല്ലെ. അപ്പൊ എത്ര വരുന്നത്? 6/4 എന്നാ വരുന്നത്. പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോടാ? പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വീണ്ടും നമ്മൾ ഹരിച്ചു നോക്കാം അല്ലെ. നമ്മൾ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. അപ്പൊ 6 ഹരിക്കണം 4 എങ്ങനെ വരൂടാ? 6 4 ഒരു പ്രാവശ്യമാണ്. 1 × 4 അല്ലെങ്കിൽ 1 ഗുണിക്കണം 4 എന്ന് പറയുന്നത് 4 തന്നെയാണ്. സിസ്റ്റം എത്ര വരുന്നത്? 2 ആണ് വരുന്നത് അല്ലെ. റെഡി ആണോടാ? ഇനി മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാ മാറ്റേണ്ടത്? ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ എടുത്ത് എഴുതുക. എഴുതിയോടാ? എഴുതണം കേട്ടോ. പെട്ടെന്ന് എഴുതുക. നെക്സ്റ്റ് അടുത്ത് എങ്ങനെയാണ് വരുന്നത്? ആദ്യം ഒരു വര വരയ്ക്കുക. ദെൻ നമുക്ക് കിട്ടിയ സിസ്റ്റം എന്ന് പറയുന്നത് മുകളിൽ കൊണ്ടുവന്നിട്ട് എഴുതുക. ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഹരിച്ചത് ആ ഹരിച്ച നമ്പർ എവിടെ കൊണ്ടുവന്ന് എഴുതുക? താഴെ കൊണ്ടുവന്നിട്ട് എഴുതുക. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 2/4 എന്ന് കിട്ടും അല്ലെ. ഇതിനെ വീണ്ടും ചെറുതാക്കാലോ. എങ്ങനെയാ ചെറുതാക്കുന്നത്? ആദ്യം 1 അതുപോലെ എടുത്ത് എഴുതുക. മാറ്റമൊന്നും വരുത്തണ്ട. അത് കഴിഞ്ഞ് നമ്മുടെ ബൈയുടെ ഒരു ചിഹ്നം കൊടുക്കുക കേട്ടോ. ഇനി നോക്കിക്കേടാ, 2 എത്ര പ്രാവശ്യമാണ് ഉള്ളത്? ഒരു പ്രാവശ്യമാണ്. 4 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. 4 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? 1/2 kg എന്ന് കിട്ടും കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാവേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 7 മീറ്റർ നീളമുള്ള ചരട്. എത്ര മീറ്റർ നീളമാടാ? 7 മീറ്റർ നീളമുള്ള ചരട് 6 ഭാഗങ്ങളാക്കി. എത്ര ഭാഗങ്ങളാക്കി? 6 സമഭാഗങ്ങളാക്കി വീതിച്ചു. ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണ്? 3 സമഭാഗങ്ങളാക്കിയാലോ. അപ്പൊ എത്ര ഭാഗങ്ങളായിട്ടാണ് വീതിച്ചത്? 6 ഭാഗങ്ങളായിട്ടാണ് വീതിച്ചത്. അതിൽ ഒന്നിന്റെ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഇനി 3 ഭാഗങ്ങളായിട്ട് വീതിച്ചാൽ ഒന്നിന്റെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കാലോ. ആകെ നമ്മുടെ കയ്യിലുള്ള ചരടിന്റെ ടോട്ടൽ നീളം അല്ലെങ്കിൽ ആകെ നീളം എന്ന് പറയുന്നത് എത്രയാടാ? ആകെ നീളം എഴുതാം അല്ലെ. ചരടിന്റെ ആകെ നീളം എഴുതണേ. ചരടിന്റെ ആകെ നീളം. ചരടാട്ടോടാ. ചരടിന്റെ ആകെ നീളം എത്രയാടാ? ചരടിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 7 മീറ്റർ ആണ് കേട്ടോ. എത്ര മീറ്റർ ആടാ? 7 മീറ്റർ ആണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? 6 സമഭാഗങ്ങളാക്കി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോ ഓരോ കഷ്ണത്തിന്റെയും നീളം എഴുതാം അല്ലെ. ഓരോ കഷ്ണത്തിന്റെയും നീളം എടാ, ഓരോ കഷ്ണത്തിന്റെയും നീളം എങ്ങനെയാടാ കണ്ടുപിടിക്കുന്നത്? ഒന്ന് പറഞ്ഞേടാ. നമ്മളെ കയ്യില് 7 മീറ്റർ ആണ് ഉള്ളത്. അതിന് എത്ര ഭാഗങ്ങളാക്കി? 6 ഭാഗങ്ങളാക്കി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? അപ്പൊ 7/6 എന്നാലേ വരുന്നത്. 7 കഷ്ണം ഉണ്ട്. 7 മീറ്റർ ഉണ്ട്. അതിന് എത്ര ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തു? തുല്യ വലിപ്പമുള്ള 6 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എടാ നോക്കിക്കടാ, മുകളിൽ കിടക്കുന്ന സംഖ്യ എന്താണ്? മുകളിൽ കിടക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് വലിയ സംഖ്യ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്? ഡിവൈഡ് ചെയ്യണം അല്ലെ. 7 ഹരിക്കണം 6. 7 എത്ര പ്രാവശ്യമാണ്? ഒരു പ്രാവശ്യമാണ്. 1 × 6 എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. 7 - 6 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? പറഞ്ഞേടാ. ഇനി നമ്മൾ ഇതിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ എഴുതിയോടാ? എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഒരു വര വരച്ചു. നമുക്ക് എത്രയാണോ സിസ്റ്റം കിട്ടിയത് സിസ്റ്റം എഴുതി. ദെൻ അടുത്ത എത്രയാണ്? നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ എഴുതുക. അത്രയേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേ. അപ്പം 1/6 മീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മളോട് എത്ര പറഞ്ഞേക്കുന്നത്? 3 കഷ്ണങ്ങളാക്കിയാലോ അല്ലെ. 3 കഷ്ണങ്ങളാക്കിയാലും നമ്മൾ കണ്ടുപിടിക്കൂ അല്ലെ. നമ്മൾ മിടുക്കന്മാരല്ലേ, കണ്ടുപിടിക്കുക അല്ലെ. 3 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന്റെ നീളം
3 കഷ്ണങ്ങളാക്കിയാൽ 3 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നീളം കേട്ടോ. ഒരു കഷ്ണത്തിൻ്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു കഷ്ണത്തിൻ്റെ നീളം നമ്മളെ കയ്യിലുള്ളത് 7 മീറ്റർ ആണ്. എത്ര മീറ്റർ ആണുള്ളത്? 7 മീറ്റർ. അതിന് എത്ര കഷ്ണമാക്കി? 3 കഷ്ണമാക്കി അല്ലേ? അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? 7 ഹരിക്കണം 3. 7ൽ 3 എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. 3 ഗുണിക്കണം 3 ഇൻറ്റു 6 എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6 ആണ്. 6 ചെയ്തു. 7ൽ നിന്ന് 6 കുറച്ചാൽ എത്രയുടെ 1 ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ എഴുതുക. പിന്നെ എത്രയാണ്? ഒരു വര വരയ്ക്കുക. ശിഷ്ടം എന്ന് പറയുന്നത് 1 ആണ്. 1 എഴുതുന്നു. പിന്നെ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? 3 കൊണ്ടാണ് ഹരിച്ചത്. 3 എഴുതുന്നു. അപ്പൊ എത്രയാണ്? 2 1/3 മീറ്റർ എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ സെക്ഷനിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.